എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള എണ്ണ ഒട്ടും കുടിക്കാത്തൊരു പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതിനായിട്ടൊരു ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് റവയാണ്. ഇതിപ്പോൾ വറക്കാത്ത റവയാണ്, വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കണം. ഗോതമ്പ് പൊടിക്കകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുതിർന്ന് വന്നിരിക്കുന്ന റവ കൂടെ ചേർത്ത് കൈവച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാത്തത് ഗോതമ്പ് പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ലൂസാക്കി കുഴക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് മുറുകിയിരിക്കരുത്, ഇടയ്ക്ക് വേണം നിൽക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിർബന്ധമൊന്നുമില്ല, വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസിലൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ സൈസിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പൊടി വേണമെങ്കിലും ഇട്ട് പരത്തിയെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കട്ടിക്കിരിക്കരുത്, അതുപോലെ തന്നെ തീരെ കട്ടി കുറവായിട്ട് ഇരിക്കരുത്. ഇതൊരു മീഡിയത്തിൽ വേണം നിൽക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ, മീഡിയത്തിൽ വേണം നിൽക്കാൻ. ഞാനൊരു ചീനച്ചട്ടിക്കകത്ത് എണ്ണ ചൂടാക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കലില്ല, കാരണം നമ്മളിങ്ങനെ കുറേ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അത് കളയാൻ നമുക്ക് മനസ്സനുവദിക്കില്ല. ഇപ്പോൾ കുറച്ച് എണ്ണ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കളയാൻ കുഴപ്പമില്ല, കാരണം വറുത്ത എണ്ണ തന്നെ ഇങ്ങനെ വറക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഓരോ പൂരിയിട്ട് 2 വശം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കോരി മാറ്റാം. എണ്ണയുടെ കാര്യം മീഡിയത്തിൽ നിൽക്കണം, ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ തീരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ എല്ലാ പൊരി കണ്ടിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ എത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പലർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ പല റെസിപ്പികളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.